ഹായ് നമസ്തേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം മുംബൈ മലയാളി യൂട്യൂബ് ചാനലിലേക്ക്. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ. അതായത് ഇലക്ഷൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ. അപ്പോൾ അത് 4th ഫേസ് കഴിഞ്ഞ് 5th ഫേസിലേക്ക് വരാൻ പോകുന്നു. അപ്പം 5th ഫേസ് ഇലക്ഷൻ നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ആകാംക്ഷാഭരിതരായിരിക്കുന്ന ആൾക്കാർ, നമ്മളെ പോലുള്ള വോട്ടർമാർ, വോട്ട് ചെയ്തിട്ടിരിക്കുന്നവർ അറിയേണ്ട കാര്യങ്ങൾ അത് പങ്കുവയ്ക്കുകയാണ്. അതായത് കഴിഞ്ഞ ഈ ഫേസുകളിലുള്ള ഇലക്ഷനെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രധാന ഇപ്പോഴത്തെ പ്രതിപക്ഷ ഐക്യ കക്ഷികളായ ഇന്ത്യ മുന്നണി, INDIE എന്ന പേരിലുള്ള ഇന്ത്യ മുന്നണി, അവർ എന്തൊക്കെയോ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നെന്നോ, വലിയ മാറ്റങ്ങൾ, വലിയ ഒരു കാറ്റ് മാറി വീശുവാൻ പോകുന്നെന്നോ ഒക്കെ പറഞ്ഞ് കുത്തിഘോഷിക്കുന്നതായിട്ടുള്ള രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഇലക്ഷൻ്റെ ഓരോ ഫേസ് കഴിയും തോറും നമ്മൾ മനസ്സിലാക്കുന്നത്, അപ്പോൾ ഈ എതിർപക്ഷം ഇങ്ങനെ പ്രതിപക്ഷത്തിരുന്ന് ഇങ്ങനെ കുത്തിഘോഷിക്കുമ്പോൾ അവർ പറയുന്നത്, ഇതേവരെയുള്ള ഈ 4 ഫേസ് ഇലക്ഷനിൽ ആർക്ക് മുൻതൂക്കം എന്നൊന്നും അവർ അവകാശപ്പെടുന്നില്ല. പക്ഷേ അതേസമയം അവരുടെ പ്രതീക്ഷ അടുത്ത ഫേസുകളിൽ കൂടുതൽ വോട്ടർമാർ ഈ INDI മുന്നണിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ്. അത് എല്ലാം വിഫലമാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾ സ്ഥാനത്താണെന്ന്, അല്ലെങ്കിൽ പ്രതീക്ഷകൾ സഫലമാകത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതാ പല സംഭവങ്ങളും ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ആദ്യത്തെ ഈ INDI മുന്നണിയുടെ ഒരു വലിയ ഒരു സമ്മേളനം മുംബൈയിൽ നമ്മൾ കണ്ടതാണ്. അന്ന് ശ്രീ രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ അവസാനത്തെ സമ്മേളനമായിട്ട് മുംബൈയിൽ തടിച്ചുകൂടിയ ജനങ്ങൾ. അപ്പോൾ ഇതൊക്കെ കാണുവാനും കേൾക്കുവാനും ഇവരുടെ പ്രഖ്യാപനങ്ങൾ എന്താണെന്നൊക്കെ അറിയാനും ധാരാളം ജനങ്ങൾ തടിച്ചുകൂടിയിട്ടുണ്ടാകാം ഒരുപക്ഷെ അന്നത്തെ മീറ്റിങ്ങിൽ, സമ്മേളനത്തിൽ. അപ്പോൾ ഇവരെല്ലാം കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സാധാരണ കാണുന്ന പോലെ ഒരിക്കലും ഒന്നിച്ചു ചേരാത്ത കക്ഷികളെല്ലാം കൂടി ഒന്നിച്ചുകൂടി അവരുടെ നേതാക്കന്മാർ കൈ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളും പിന്നെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം അന്നും എല്ലാവരും തിരിച്ച് വലിയൊരു മാറ്റം പ്രതീക്ഷിച്ചു. ഇനി വോട്ട് മാറി വീശുമോ? അപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷ മഹാരാഷ്ട്രയിലേക്കാണ്, അടുത്ത ഫേസ് ഇലക്ഷൻ നടക്കാൻ പോകുന്ന മഹാരാഷ്ട്രയിലേക്കാണ്. കാരണം ഇതേവരെയുള്ള ഇത് വെച്ചിട്ട് മാറ്റങ്ങൾ മഹാരാഷ്ട്ര മാറ്റിയെടുക്കും എന്നാണ് അവരുടെ പ്രതീക്ഷ. അതുപോലെ കർണാടക പോലുള്ള സംസ്ഥാനങ്ങൾ, പിന്നെ ഡൽഹി പോലുള്ള സ്ഥലങ്ങൾ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അവർ വളരെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശ്രീ അരവിന്ദ് കെജ്രിവാളിനെ ജാമ്യം കൊടുത്ത് സുപ്രീം കോടതി പുറത്തിറക്കി വിടുകയും അദ്ദേഹവും ഒരു കാറ്റ് അഴിച്ചുവിടുന്ന പോലുള്ള, ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിടുന്ന പോലുള്ള വലിയ മോദിക്കെതിരെ ആഞ്ഞടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഗംഭീര പ്രസംഗങ്ങൾ നടത്തി വരികയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്ന സംഭവങ്ങൾ വെച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. ഇവിടെ മഹാരാഷ്ട്രയിൽ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നതിന് ശേഷം ഈ അടുത്തിടെ ഒരു 3-4 ദിവസത്തേക്ക് മുമ്പേ നടന്ന സംഭവമാണ്. അതായത് കോൺഗ്രസിൻ്റെ തന്നെ ഒരു വലിയ മീറ്റിങ്ങിൽ നമ്മുടെ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു അയോധ്യയിൽ പോയി രാം മന്ദിർ വിസിറ്റ് ചെയ്ത സംഭവവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം അയോധ്യയിലെ രാം മന്ദിർ ശുദ്ധികലശം നടത്തുമെന്ന് പോലും അവർക്ക് പറയേണ്ടി വന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് വീണ്ടും അവർ കളിക്കുന്നത്. കാരണം അല്ലെങ്കിൽ അവർക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു ദളിത് സമൂഹത്തിൽ നിന്ന് വന്ന ഒരു സ്ത്രീ, ഇത്ര ഉന്നതമായ സ്ഥാനത്ത്, പ്രസിഡന്റ് സ്ഥാനത്ത് വന്ന ഒരു സ്ത്രീ, അവരെ അവഹേളിക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഈ നേട്ടം അതിൻ്റെ വോട്ടർമാർ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവരാർക്ക് വോട്ട് ചെയ്യുമെന്നാണ് നിങ്ങൾ പറയുന്നത്? കാരണം ദളിത് വോട്ടുകൾ തീർച്ചയായും അവർ ചിന്തിക്കുന്ന വോട്ടർമാരാണ്. കാരണം അവരും ഇപ്പം വിദ്യാഭ്യാസം കിട്ടിയവരാണ് ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പം അവർ ചിന്തിക്കും, ഇങ്ങനെ ഒരു ലെവലിൽ നിന്ന് വന്ന ഒരു ദളിത് സ്ത്രീ അപമാനിക്കുമെങ്കിൽ ഈ കോൺഗ്രസ് എന്താണ് വാഗ്ദാനം ചെയ്യുന്നത്? അപ്പോൾ അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട, അല്ലെങ്കിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രം റിസർവേഷൻ, അല്ലെങ്കിൽ മൈനോറിറ്റിക്ക്, അങ്ങനെയുള്ള ഒരു മൈനോറിറ്റിക്ക് മാത്രം റിസർവേഷൻ അവകാശമുള്ളെന്നും അവർക്കാണ് കൂടുതൽ എല്ലാം നേട്ടങ്ങൾ കൊടുക്കുമെന്നും ഒക്കെ പറയുമ്പോൾ, അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടെ, പ്രസംഗങ്ങളിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറയുമ്പോൾ തീർച്ചയായും മറാഠ വീര്യം, ഛത്രപതി ശിവജിയുടെ മറാഠ വീര്യം ഉൾക്കൊള്ളുന്ന മഹാരാഷ്ട്രയിലെ വോട്ടർമാർ അവർ ചിന്തിച്ച് വോട്ട് ചെയ്യുന്നത് ശ്രീമാൻ നരേന്ദ്രമോദിക്കും NDA മുന്നണിക്കുമായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം
അവർക്ക് അത്രത്തോളം വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കിയ കാര്യങ്ങളാണ് ഈ പാകിസ്ഥാന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ പ്രസ്താവനകൾ ഇറക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരുള്ളിടത്തോളം കാലം സംഭവിക്കാൻ പോകുന്നത് അതൊക്കെ തന്നെയാണ്. കാരണം മണിശങ്കർ അയ്യർ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായിട്ട് നമുക്കറിയാം, പാകിസ്ഥാൻ അതായത് പാകിസ്ഥാന് അണുബോംബ് ശേഷിയുണ്ടെന്നും പാകിസ്ഥാൻ എന്തോ ഇന്ത്യയെക്കാട്ടി വലിയ അത്രത്തോളം വലിയ സംഭവമാണെന്നും ഒക്കെ ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് ഒരിക്കലും നീതീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ സംസാരിക്കുന്നത്. കാരണം പാകിസ്ഥാനെ പേടിച്ചാണോ ഇന്ത്യ ഇത്രയും കാലം കഴിഞ്ഞിരുന്നത്? ഒരിക്കലുമല്ല. പാകിസ്ഥാനെന്നോ അല്ലെങ്കിൽ ചൈനയെന്നോ നമ്മുടെ ബോർഡറിലെ രാജ്യങ്ങൾ അവർ നമ്മളിൽ ഏൽപ്പിക്കുന്ന ഏതെങ്കിലും രീതിയിലുള്ള ഭീതി വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാൻ കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഒരു കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെങ്കിൽ ആ നേട്ടം അത് അവകാശപ്പെടാൻ മറ്റാർക്കും ഒക്കില്ല. കാരണം മുംബൈ പോലുള്ള സ്ഥലങ്ങളിൽ സെപ്റ്റംബർ 26 അല്ലെങ്കിൽ അങ്ങനെ ഒരു തീയതി നമ്മൾ ഓർക്കുമെങ്കിൽ സ്ഫോടനം നടന്ന ആ സാഹചര്യം നമ്മളെല്ലാം വിലയിരുത്തിയതാണ്. ഇന്ന് ഈ 10 വർഷങ്ങൾക്കുള്ളിൽ ഈ NDA ഭരണം നടന്നതിന് ശേഷം മുംബൈ പോലുള്ള മഹാനഗരങ്ങൾ ഒരു സ്ഫോടന ഭീതിയുമില്ലാതെ അവിടുത്തെ മുംബൈ നിവാസികൾ അല്ലെങ്കിൽ നമ്മുടെ മെട്രോ സിറ്റികളിൽ ജീവിക്കുന്ന ധാരാളം ജനങ്ങൾ ഭയരഹിതരായിട്ട് ജീവിക്കുന്നു. അവർ സ്വതന്ത്രമായി അവരുടെ ജോലിയിൽ ഏർപ്പെട്ട് ജീവിക്കുന്നു, ആ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള പ്രസ്താവനകൾ ഇറക്കുന്ന നമ്മുടെ എതിർ ചേരിയിൽ നിന്ന് ഈ ഭീകര ആക്രമണമൊക്കെ നടത്തിയ നമുക്ക് അറിയാവുന്ന ഒരു രാജ്യത്തെ ഇത്ര പ്രകീർത്തിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവ് എന്ന് പറയുമ്പോൾ ആ പാർട്ടിക്ക് വരുന്ന ദോഷം എന്താണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ വോട്ടർമാരെ എത്തി ചിന്തിക്കുകയും തീർച്ചയായും കൂടുതൽ വോട്ടുകൾ NDA മുന്നണിയിലേക്ക് അനുകൂലമായി വരികയും ചെയ്യുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതേപോലെ തന്നെ ശ്രീ അരവിന്ദ് കെജ്രിവാൾ, അദ്ദേഹത്തിന് ജൂൺ 2-ാം തീയതി തിരിച്ച് ജയിലിലേക്ക് പോകേണ്ട സാഹചര്യത്തിൽ അദ്ദേഹം ഇപ്പോൾ ഈ ആം ആദ്മി പാർട്ടിയുടെ ഒരു ഗതി തന്നെ വളരെ പരിതാപകരമാണ്. അവരുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഇപ്പോൾ അവർ ഭരണം പങ്കിടുന്ന പഞ്ചാബിൽ പോലും കഴിഞ്ഞ ദിവസം കുറച്ചധികം സിഖ് സമൂഹത്തിൽപ്പെട്ട ആൾക്കാർ ഒന്നിച്ചുകൂടി അവർ കൊടിയൊക്കെ പിടിച്ച് ആം ആദ്മി പാർട്ടിക്കെതിരെ പ്രചരിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. വീഡിയോകളിൽ പല ലൈവ് വീഡിയോയും ഞാനും കണ്ടു. നിങ്ങളൊക്കെ കണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷേ സത്യമാണ്, വസ്തുതാപരമാണത്. അവർ ആം ആദ്മി പാർട്ടിക്ക് ഒരു കാരണവശാലും വോട്ട് രേഖപ്പെടുത്തരുതെന്ന് പറഞ്ഞ് തലപ്പാവുച്ച സർദാർ സിഖ് സമൂഹത്തിൽപ്പെട്ട കുറേ ആൾക്കാർ തടിച്ചുകൂടിയ ഒരു രംഗം നമ്മൾ കണ്ടു. അപ്പം അവിടെയൊക്കെ ഇതിൻ്റെ സ്പാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്കെതിരെയും ശ്രീ അരവിന്ദ് കെജ്രിവാൾ ആരാണെന്നും എന്താണെന്നും ഒക്കെ. അവസാനമായി നമ്മൾ കേട്ടത് ശ്രീ അണ്ണാ ഹസാരെ, അദ്ദേഹമാണ് ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സമരഗുരു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ സമരവേദിയിൽ പമ്മി ഒരു മൂലയ്ക്ക് വന്നിരുന്ന് കാര്യങ്ങൾ അദ്ദേഹത്തോടൊപ്പം സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വന്ന ഒരു നേതാവെന്ന നിലയിൽ ഉയർന്നു വന്ന ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഒരിക്കലും അധികാരത്തിന് വേണ്ടിയല്ല എന്ന് അന്ന് അണ്ണാ ഹസാരെയോടൊപ്പം ഉറക്കെ പറഞ്ഞ ശ്രീ അരവിന്ദ് കെജ്രിവാൾ പിന്നീട് ഒരു രാഷ്ട്രീയ പാർട്ടി സ്വന്തമായി രൂപീകരിക്കുമ്പോഴും അണ്ണാ ഹസാരെ അതിനെതിരായിരുന്നു. അദ്ദേഹം അധികാരത്തിൽ കണ്ണുവെച്ചിട്ടേ ഇല്ലായിരുന്നു എന്ന് തന്നെ ഇപ്പോഴും നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോഴും അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹം പറയുന്നു അരവിന്ദ് കെജ്രിവാൾ ചതിയനാണ്, അദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വോട്ട് ചെയ്യരുതെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ശ്രീ അണ്ണാ ഹസാരെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്ന അണ്ണാ ഹസാരെ അങ്ങനെ സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും ഇനിയിപ്പോൾ അദ്ദേഹത്തിന് ചവിട്ടേൽക്കാം എന്ന് പ്രതീക്ഷിക്കാം നമുക്ക്. കാരണം അത്രത്തോളം അദ്ദേഹം ആയിട്ടില്ല. ഇപ്പോഴും പാർട്ടി പ്രതീക്ഷ വെക്കുന്നു അദ്ദേഹം കോടതിയിൽ ചെന്ന് തിരിച്ചു വരും എന്നൊക്കെ. ഈ ആം ആദ്മി പാർട്ടി ആദ്യം കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് പലർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം അവരൊരു പ്രധാന പ്രതിപക്ഷ സ്ഥാനത്തേക്കെങ്കിലും വരും കോൺഗ്രസ് കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ ആ പ്രതീക്ഷയും അസ്ഥാനം ആക്കിക്കൊണ്ട് ഇപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അടുത്ത ഫേസ് ഇലക്ഷനുകളോടുകൂടി എല്ലാ കാര്യങ്ങളും തീരുമാനത്തിലെത്തും. നമുക്കതുവരെ നമുക്ക് പ്രതീക്ഷിക്കാം, വെയിറ്റ് ചെയ്യാം അടുത്ത ഇലക്ഷൻ റിസൾട്ട് എന്താണെന്ന്. കഴിഞ്ഞ ദിവസത്തെ ഇന്നത്തെയും ഒക്കെ ആയിട്ടുള്ള മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കിയാൽ അവിടുത്തെ വേദികളിൽ അവിടെ നിറഞ്ഞ് നിൽക്കുന്ന സമ്മേളന നഗരിയിൽ ഉള്ള വോട്ടർമാരും അല്ലാതെ ധാരാളം ജനങ്ങൾ വന്ന് ഈ ശ്രീ മോദി സംസാരിക്കുന്ന വേദിയിൽ അത് വീക്ഷിക്കാനായി അവിടെ എത്തിയിരിക്കുന്നു. നമ്മൾ കാണുന്നത്, നമ്മൾ അറിയുന്നത് അവരൊക്കെ ആവേശം ഉൾക്കൊണ്ട് അദ്ദേഹത്തെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ വീണ്ടും മൂന്നാമത്തെ വരുവാനായി ആഗ്രഹിക്കുന്നവരാണെന്ന് ആ സമ്മേളന നഗരം കണ്ടാൽ നമുക്ക് മനസ്സിലാവും. നിറഞ്ഞ് നിൽക്കുന്ന കൊടിതോരണങ്ങളും അതുപോലെ ഈ നവനിർമ്മാൺ സേന, മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്ന് പറയുന്ന ബാൽ താക്കറെയ്ക്ക് ശേഷം
ഒരു പാർട്ടി രൂപീകരിച്ച് മാറി നിന്ന അദ്ദേഹത്തിൻ്റെ അനന്തരവൻ രാജ് ഠാക്കറെ ഇപ്പോൾ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേനയുടെ പിന്തുണ അറിയിച്ചുകൊണ്ട് ആ വേദിയിൽ വന്നിരിക്കുകയാണ് മോദിജിയുമായി വേദി പങ്കിടാനായി. അപ്പോൾ ആ മീറ്റിങ്ങുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും നാളെയും ഒക്കെ ആയിട്ട് മഹാരാഷ്ട്രയിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം നമ്മുടെ ഇനിയും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ മഹാരാഷ്ട്ര സംസ്ഥാനത്ത് വികസനം മുരടിച്ചു പോയി ഒരു സമയത്ത്. കാരണം പിന്നോക്കം പോയ കഴിഞ്ഞ ടേമിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം BJP പങ്കിടുന്നത് ശിവസേന വിഘടിച്ചു പോയ ഗ്രൂപ്പുമായി ചേർന്നാണെങ്കിലും അതിന് മുമ്പത്തെ ടൈമിൽ 2.5 വർഷക്കാലം ഉദ്ധവ് താക്കറെ നീചമായ ഒരു പ്രവൃത്തി ചെയ്ത് BJPയുമായി ചേർന്ന് മത്സരിച്ച NDA മുന്നണിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ട് കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് സർക്കാർ ഉണ്ടാക്കുകയും മുഖ്യമന്ത്രിയാകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. പക്ഷേ ആ സമയങ്ങളിൽ ഈ 2.5 വർഷം ഭാരതം മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ മുംബൈ മഹാനഗരവും മഹാരാഷ്ട്രയിലെ വികസനവും പിന്നോക്കം പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. കാരണം പല വികസന പരിപാടികളും അവിടെ വളരെ വളരെ കാലതാമസം വരുത്തി ഈ സർക്കാർ. അതിനുശേഷം 2.5 വർഷത്തിന് ശേഷം ആ സർക്കാർ താഴെ ഇറങ്ങിയ ശേഷം ഇപ്പോൾ വീണ്ടും വികസനം ത്വരിതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബുള്ളറ്റ് ട്രെയിൻ ആദ്യത്തെ സംഭാവനയായിട്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇപ്പോൾ മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ തന്നെ തുടക്കം കുറിക്കും എന്നുള്ള കാര്യം നമുക്ക് സൂചന കിട്ടിക്കഴിഞ്ഞു. അതുപോലെ വലിയ വലിയ സംഭവങ്ങൾ ഇനിയും വലിയ വലിയ ഡെവലപ്മെൻറ്റുകൾ മഹാരാഷ്ട്രയിലും രാജ്യത്തെമ്പാടും ഉണ്ടാകട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത സെലക്ഷൻ വരെ കാത്തിരിക്കാം. അതിനായി അപ്പോൾ ഇതിനെ കിട്ടിയിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, വീണ്ടും കാണാം.